ഇളയടത്ത് കൊട്ടാരത്തിലെ ദുഷ്ടദുമ്ന മഹാരാജാവ്. ഇളയടത്ത് കൊട്ടാരത്തിലെ ദുഷ്ടദുമ്ന മഹാരാജാവ്. ദുഷ്ടദുമ്ന മഹാരാജാവ്. എടാ നിന്റെ പേര് പറയാനാണ്. എന്നാ പറ. ഇളയടത്ത് കൊട്ടാരത്തിലെ സുനിൽ മഹാരാജ്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല കുഴപ്പമില്ല. ഇനി പറ. രാജാവ് ആരവിടെ? ഇവിടെ അല്ല അവിടെ. ഇവിടെ ഞാനൊറ്റയ്ക്കല്ലോ. അതല്ല പറഞ്ഞത്. രാജാവ് ഡയലോഗ് പറയാൻ ആരവിടെ? ആരവിടെ? കുറച്ചുകൂടി പതുക്കെ പറഞ്ഞാൽ മതി. ഉറക്കെ പറയണ. ഇതെല്ലാരും കൂടി വന്നേക്കുന്നു. അയ്യോ നിങ്ങളെ കാരണം വിളിച്ചു. എടാ അത് ഡയലോഗ് പറഞ്ഞു. എടാ ഡയലോഗ് പറഞ്ഞ ഒരാൾ മാത്രം നിന്ന് ബാക്കി എല്ലാരും പൊക്കോ. നീ എല്ലാരും പൊക്കോ. തത്തമ്മീൻ വെച്ച് കൊടുത്ത നിൽക്കുന്നു. നീ ആരാണ് വിളിച്ചത്? എടാ രാജാവ് സുനിയല്ലേ, അവനോടാണ് നിൽക്കാൻ പറഞ്ഞത്. നീ തന്നെ. പടം വരുന്നു. ഒരുത്തൻ പടവായിട്ട് വന്നേക്കണ. എടാ പടമല്ല പടൻ. അവിടെ ഒരുത്തൻ കെട്ടിയൊരു നിൽക്കുന്നില്ല, അവനോട് വരാനാണ് പറഞ്ഞത്. ഒന്നിങ്ങോട്ട് ആടത്. ഡയലോഗ് പറ. മഹാരാജൻ അങ്ങ് ദ്രുതങ്ക പുളകിതനാകട്ടെ. അരിയല്ലേ പടൻ. പനിയല്ലേ? അപ്പൊ നമ്മുടെ സുനിയ അവനല്ലേ മുനി. ശനി എന്നാ തനി ഡയലോഗ്. മഹാരാജൻ അങ്ങ് ദ്രുതങ്ക പുളകിതനാകട്ടെ. മഹാരാജൻ അങ്ങ് അങ്ങനെയല്ല. മഹാരാജൻ അങ്ങ് ദ്രുതങ്ക പുളകിതനാകട്ടെ. മഹാരാജൻ അങ്ങ് അങ്ങനെയല്ലടാ. മഹാരാജൻ അങ്ങ് ദ്രുതങ്ക പുളകിതനാകട്ടെ. എടാ ദ്രുതങ്ക പുളയനാവട്ടെ. എടാ മഹാരാജൻ അങ്ങ് ദ്രുതങ്ക പുളയനാവട്ടെ. മഹാരാജൻ അങ്ങ് എടാ ശരിയായിട്ടില്ല. അകത്തെങ്ങാനും പോയിരുന്ന് പഠിക്ക്. ചെല്ലി. എന്താ അപ്പത്തെ ചാണകുഴിന്ന് ചാടി. നന്നായി. രാജാവ് ഗൗരവത്തിൽ ആരവിടെ? എന്താണ് നിങ്ങളെ കാരണം? അത് പാലയിലെ ഡയലോഗ് പറഞ്ഞാണ്. എല്ലാരും പൊക്കോ. നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഡ്രൈവർ കയറി വന്നേക്കുന്നു. നമ്മള് തൃത്താല വഴിക്ക് വരുമ്പോ ബീറിന്നൊരു ഫുള്ള് പിടിച്ചില്ല. എന്റെ ആൾക്കാരെ ഏത് ഭാഗത്ത് ആൾക്കാരൊക്കെ ആരും കാണാൻ ഞാൻ അടുത്തടിച്ചോളാം. എവിടെ വെച്ചിട്ട് പറഞ്ഞു. അതല്ല ആ ചേച്ചിക്കൊക്കെ നോക്കുന്നു. എവിടെ? എന്റെ പേരിൽ കീച്ചനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പേരിൽ കീച്ചൻ ഇറങ്ങിയതല്ല, നിനക്ക് ജയ് വിളിച്ചതാണ്. പോട്ടെ. ഈ സമയം കൊട്ടാര മന്ത്രി കടന്നു വരും. ഈ സമയം പൊട്ടാത്ത മന്ത്രി? പൊട്ടാത്ത മന്ത്രിയല്ല, കൊട്ടാര മന്ത്രി. ആരത്? പാടാ. ഡയലോഗ് മറന്നു. ഞാൻ പറഞ്ഞുതരാം. മമ പ്രണാമ പ്രഭു. മഹാപ്രാണമല്ല, മമ പ്രണാമം. രാമായണം മഹാഭാരതം ഒന്നല്ലെന്ന്. മമ പ്രണാമം പ്രഭു. എന്താ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിസംബോധന ചെയ്യില്ല. അതാണത്. മതി. നിർത്ത്. ഡയലോഗ് പറ. എന്റെ അമ്മ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഒരു സംഭവം ചെയ്തോണ്ടിരിക്കല്ലേ. ഡയലോഗ് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇങ്ങോട്ട് നോക്കണം. മന്ത്രി സത്തമ്മ നിനക്കറിയുമോ? മന്ത്രി ഉണ്ണി സത്തമ്മ. വേണ്ട, ഇരട്ടപ്പേര് പറഞ്ഞ കൊല്ലി ഞാന്. എന്താണ് ഈ കാണിക്കുന്നത്? എന്റെ ഇരട്ടപ്പേര് പറഞ്ഞ കൊല്ലി ഞാൻ. എന്റെ ഇരട്ടപ്പേര് തത്തമുണ്ണിയാന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. എന്റെ പേര് തേങ്ങോടെന്നാ. ഞാൻ തേങ്ങോട് രാജാവെന്ന് വിളിച്ചു. ഞാൻ കളിക്ക്. ഞാൻ പോവാ. എന്താണ് കളി? അയ്യോ, എന്താണ് നിന്റെ ഇരട്ടപ്പേര്? എന്റെ ഇരട്ടപ്പേര് തത്തമുണ്ണിയാന്ന് ഞാൻ പ്രാവശ്യം പറഞ്ഞു. ഇനിയിപ്പം പറഞ്ഞപ്പോ തേങ്ങോടെന്നുള്ള പേര് ഞാൻ ഈ നാട്ടിൽ പോട്ടെ. ഒരു വട്ടം. മന്ത്രി സത്തമ്മ നിനക്കറിയുമോ? മന്ത്രി സത്തമ്മ നിനക്കറിയോ? ഞാൻ പിന്നെയും പറഞ്ഞു. നിക്കറഴികള നന്നായി കെട്ടിട്ടുണ്ടാ. എന്താണത്? നിക്കറഴിയെന്നല്ലേ ഈ പോത്തം ചോദിച്ചേ? അതല്ല, നിനക്കറിയോന്നാണ് ചോദിച്ചത്. എനിക്കറിയില്ലെന്ന് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞ. അപ്പൊ ഇയൊക്കെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഞാൻ കളിക്ക്. എടാ നിക്കറഴിയോന്നല്ല, നിനക്കറിയോന്നാണ് ചോദിച്ചത്. പോട്ടെ. മന്ത്രി സത്തമ്മ അന്തപുരത്തിൽ നിന്നും നമ്മുടെ ഊട്ടയാട്ടകൾ എടുത്തോണ്ട് വരും. മന്ത്രി ഉണ്ണി അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാത്തത് കിട്ടുണ്ടോ? ആടാ എടാ എന്താണത്? ഊട്ടയാട്ടതല്ല, ഊട്ടയാട്ടകൾ. എന്താ? എടാ ഡ്രസ് പറഞ്ഞത്. മന്ത്രി ഉണ്ണി
അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടുപ്പെല്ലാം എടുത്തിട്ട് വാ. ഞാൻ എടുത്തിട്ടില്ലടാ. എടുത്തിട്ടില്ല? ഞാൻ എടുത്തിട്ടില്ല. വേണ്ട, ഉടുപ്പ് എടുത്തിട്ടില്ലെന്ന്. ഈ ബാല പൊളിഞ്ഞു. ധിക്കാരി, നിന്റെ തല ഞാൻ വെട്ടും. ധിക്കാരി, നിന്റെ തല ഞാൻ ഇങ്ങോട്ട് ചൊട്ടാനല്ല, അങ്ങോട്ട് ചൊട്ടാനാണ് പറഞ്ഞത്. ധിക്കാരി, നിന്റെ തല ഞാൻ വെട്ടും. നീ ഒട്ടും. നിന്നോട് ഞാൻ കബരിക്കാൻ അടുത്ത് ഡ്രസ് എടുക്കുമ്പോ നിന്റെ ഡ്രസ് ഞാൻ വീട്ടിൽ പോയി എടുക്കാൻ പറഞ്ഞു. അവിടുന്ന് നിന്റെ കളസും ചട്ടിയൊക്കെ എടുത്ത് വണ്ടി കയറിയത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ. ഇവിടെ വന്നിട്ട് എന്നോട് ഞാൻ ചവിട്ടിയാണില്ല. ഈ സമയം രാജാവിനോട് തർക്കിക്കുന്ന മന്ത്രി ഒരു പ്രജ ചവിട്ടി പുറത്താക്കുന്നു. അവിടെ രാജാവ് ഗൗരവത്തി ആരവിടെ എന്താണ് ആളൊക്കെ വെച്ചിട്ട് പോടെ നിങ്ങളെ കാരം വെച്ച് എടാ അത് ഡയലോഗ് പറഞ്ഞാണ്, ബാലയുടെ ഡയലോഗ് പറഞ്ഞു. പൊക്കോ പൊക്കോ. ആ അടുത്തായി മഹാരാജൻ അങ്ങ് എടാ ശരിയായിട്ടില്ല അകത്തെങ്ങാനും പോയിരുന്ന് പഠിക്ക്. ആ പോട്ടെ. ഈ സമയം നർത്തകി കടന്നു വരുന്നു. കൊട്ടാരം നർത്തകി കടന്നു വരുന്നു. ഞാനാണ്. ഒക്കെ നീയാണ്. ഇതേതാ ഈ നീരാളി? എവിടെ പളി? ഇടി പെണ്ണുമ്പിള്ളെ കണ്ടോണ്ട് പിന്നെ നടക്കണം. ഒന്ന് ഡയലോഗ് പറ. ആ രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. 3 വട്ടം. 3 വട്ടം രക്ഷിക്കണം മഹാരാജൻ. അങ്ങനെയല്ല, 3 വട്ടം രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. രക്ഷിക്കണം മഹാരാജൻ, രക്ഷിക്കണം. ആ, മഹാരാജാന്റെ മുഖത്ത് പുച്ഛം. മഹാരാജാന്റെ മൊത്തം എന്നാന്ന് പൂച്ച. എടാ പൂച്ചയും പട്ടിയൊന്നല്ല, പുച്ഛം. എങ്ങനെ അത്? ഈശ്വര, എങ്ങനെ ഇവനൊന്ന് മനസ്സിലാവും? പോട്ടെ പോട്ടെ. 3 മാസം മുമ്പ് 3 മാസം മുമ്പ് ഈ കൊട്ടാരത്തിൽ നൃത്തം പഠിക്കാൻ വന്ന ഞാൻ ഇന്ന് 6 മാസം ഗർഭിണിയാണ്. ആ പോട്ടെ. എന്റെ വയറ്റിൽ വളരുന്ന എന്റെ വയറ്റിലയിൽ വളരുന്ന കൊച്ചു എടി വയറ്റിലല്ല ചങ്ങനാശ്ശേരിയിൽ. എന്റെ ചങ്ങനാശ്ശേരിയിൽ എടി വയറ്റിലേലും ചങ്ങനാശ്ശേരിയിലും ഒന്നല്ല, വയറ്റിൽ വളർന്ന കൊച്ചെന്ന്. ആ എന്റെ വയറ്റിൽ വളരുന്ന രാജകുമാരൻ എന്നോട് ചോദിക്കാറുണ്ട് എന്റെ അച്ഛൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയും, ദേ ഈ നിൽക്കുന്ന ഈ മാറി നിൽക്കുന്ന മഹാരാജനാണെന്ന്. പോട്ടെ. നർത്തകി കരഞ്ഞുകൊണ്ട് രാജാവിന്റെ മാറിലേക്ക് വീഴുന്നു. അറിയും വേണം. ആ. ഇങ്ങനൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരിക്കും. ആ രാജാവ് ആശ്വസിപ്പിക്കുന്നു. ആ മതി മതി മതി. ആ പിടിച്ചെഴുന്നേൽപ്പിക്കും. കിടന്നോട്ടെന്ന്. എടാ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. പിള്ളൊന്നല്ലല്ലോ കാലുപട. എടാ അടുത്ത സീനിൽ 1/2 മണിക്കൂറുണ്ട്. ആ ഉറപ്പാണ്. ആ. നിലാവുള്ള രാത്രിയിൽ നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയും, കരളെ നമുക്ക് ചരലിൽ കിടന്ന് ഉരുളാം. ആര് നോക്കുന്നു? ഇല്ലെന്ന് ആരും നോക്കാതെ ഞാൻ ചെയ്തോളൂ. അയ്യോ ലൈറ്റോ, രാജാവ് മാത്രം, ബാക്കി എല്ലാരും പൊക്കോ. വന്നേക്കിട്ട് ചവപ്പി. മഹാരാജൻ അങ്ങ് എടാ ശരിയായിട്ടില്ല. എന്റെ പൊന്നു സാറേ, ഞാനിത് അവിടെ ഇരുന്ന് കാണാപ്പാടം പഠിക്കാൻ വേണ്ടിട്ട് കുറെ നേരം എത്ര പഠിച്ചിട്ട് ഈ പണ്ടാറ് തല കയറുന്നില്ല. എന്നൊരു കാര്യം ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടൊരു ഡയലോഗ് ഉണ്ട്. സിമ്പിളാണ്, വളരെ സിമ്പിൾ ആണ്. ഞാനത് പറഞ്ഞുതരാം. വളരെ വൃത്തിയായി കേട്ടിട്ട് പറയണം. ശരി. മഹാരാജൻ അങ്ങയുടെ പത്നി മൈഥിലി മൈതാനത്ത് തലകറങ്ങി വീണു. മഹാരാജൻ അങ്ങയുടെ പത്നി മൈഥിലി മൈതാനത്ത് തലകറങ്ങി വീണു. അങ്ങയുടെ എടാ പത്നി മൈഥിലി മൈതാനത്ത് തലകറങ്ങി വീണു. ഇത് ഞാൻ പറഞ്ഞ വല്ല തേറി ആയി പോവും സാറേ. ഓ എന്നാ വേണ്ട വേണ്ട, പഴയ തന്നെ പറ. മഹാരാജൻ എടാ ശരിയായിട്ടില്ല. അകത്തെങ്ങാനും പോയിരുന്ന് പഠിക്ക്. ആ പോട്ടെ. ഈ സമയം നർത്തകിയുടെ അച്ഛൻ കോപിഷ്ഠനായി കടന്നു വരുന്നു. പോയി കഷ്ടറ്റ് വരുന്നുണ്ടോ?